തന്നെ ഈ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ യൂട്രസ് നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ലിവർ നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്, വയറ് നിമിത്തമായിട്ട് എന്ത് കാരണമാണെന്നറിയാതെ എപ്പോഴും വയറ് നിമിത്തമായിട്ടൊരു പ്രശ്നം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ മൈൻഡ് ഭയങ്കര പാനിക് ആവുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ, ചിരിച്ചു കൂടിയിട്ട് പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്നത് ചിലപ്പോൾ ഈ ഓവർ തിങ്കിങ് കൊണ്ടൊക്കെ വരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ കൂടുതൽ ചെയ്ത് യോഗം ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടൈം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമാണ്. ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബാല്യത നല്ലപോലെ ഇവരുടെ ചുറ്റും നിൽക്കുന്നത് അത്രയും യോഗ്യരായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ യോഗം എന്ന് പറയുന്ന സബ്സ്റ്റേഷൻസ് പോലും പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, പറയാനുള്ളത് പലരും ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒരു സജീവമാണ്. അതുതന്നെ പോലെ കമ്മ്യൂണിക്കേഷൻ പ്രയാസം, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇഷ്യൂസ് ഒന്നാണ് ഈ കൂടുതലൊക്കെ പത്താം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ ഇഷ്യൂസൊക്കെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇവർ കാരണം ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് അറിയാതിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വെച്ചേക്കുന്നത് മനസ്സിലാകാതെ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാം. പിന്നെ ബുധൻ ന്യൂറോൺസിന്റെ ആളാണ്, കേതുവിന്റെ ആളാണ്, കേതു അന്നോണാണ്. അപ്പം ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറാത്ത സ്കിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പുള്ളിക്കാരിലൊക്കെ വന്നിട്ടുണ്ട്. കുറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കുറെ സ്റ്റെറോയിഡ്സ് ഒക്കെ കഴിച്ച് വേറെ കുറെ അസുഖങ്ങൾ വരുത്തി വെക്കുന്നതല്ലാതെ തൽക്കാലം സ്റ്റെറോയിഡ്സ് കഴിച്ച് ചെറുതായിട്ട് നമ്മൾ പിന്നെയും കൊണ്ടുവരും, പിന്നെയും കൊണ്ടുവരും. ഇങ്ങനെ നമ്മൾ സ്കിൻ ഡിസീസ് വരും. അതുപോലെ തന്നെ ന്യൂറോ ഇഷ്യൂസ്, ബ്രെയിനിൽ കമ്മ്യൂണിക്കേഷൻ ദൂരനാണ്. കൃത്യമായിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു വിധം ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാകും. അത് രോഗമായിട്ട് ഭവിക്കുകയും ചെയ്യും. പിന്നെ സ്ട്രോക്കൊക്കെ വരുന്ന പല വിഷയങ്ങൾ വരുന്നതിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബുധകേതു യോഗം വന്നിട്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ആൾക്കാർ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇനിയപ്പോൾ വരകൾ പോലെ അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള റാഷസ്, പിമ്പിൾസ്, മുഖമൊക്കെ വരാതെ പിമ്പിൾ പോലെ നമുക്ക് പേടി വരുന്ന രീതിയിൽ മുഖമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിന്റെ റാഷസ് വരും, പ്രശ്നങ്ങളാവും, അല്ലെങ്കിൽ സ്കിൻ അലർജീസ് വരും. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബുധകേതു യോഗം വരുന്നുണ്ടെങ്കിൽ വിദ്യക്ക് ഒരു പരീക്ഷയൊക്കെ വരാം, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ വരാം. പിന്നെ ബുധകേതു യോഗം രണ്ടാം ഭാവമായിട്ടുള്ള ബന്ധപ്പെട്ട്